നമസ്കാരം. കരളേ, കരളിൻ്റെ കരളേ എന്നെല്ലാം നാം സംബോധന ചെയ്യാറുണ്ട്. ആ കരളൊന്ന് പിണങ്ങിയാലോ? കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നതാണ് ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ? ഇതൊരു ജീവിതശൈലി രോഗമാണ്. ഇത് 2 തരത്തിലുണ്ട്, ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും. കരളിൻ്റെ പ്രവർത്തനം മോശമാകുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അനിയന്ത്രിതമായ അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവ മദ്യപിക്കാത്തവരിലെ ഫാറ്റി ലിവറിന് കാരണമാകുന്നു. കരളിൻ്റെ പ്രവർത്തനം മികച്ചതായി നിലനിർത്തുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലികളും പിന്തുടരേണ്ടതാണ്. ഫാറ്റി ലിവർ മാറാനുള്ള പ്രധാന മാർഗം അമിതവണ്ണം കുറയ്ക്കുകയാണ്. കൃത്യമായ വ്യായാമവും ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണശീലങ്ങളും സ്വീകരിക്കുക. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, അതായത് എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, ചുവന്ന ഇറച്ചികൾ, പ്രോസസ്ഡ് മീറ്റ്, ബേക്കറി പലഹാരങ്ങൾ എന്നിവ പരിമിതമായി മാത്രം ഉപയോഗിക്കാം. പ്രോട്ടീൻ അടങ്ങിയ പലഹാരങ്ങൾ കരളിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. മുട്ടയുടെ വെള്ള, മത്സ്യം, തൊലി കളഞ്ഞ കോഴിയിറച്ചി, പയറുവർഗ്ഗങ്ങൾ എന്നിവ കരളിലെ കൊഴുപ്പിനെ നിയന്ത്രിച്ച് ആരോഗ്യപ്രദമാക്കുന്നു. കാർബോഹൈഡ്രേറ്റിൻ്റെ അഥവാ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കണം. ധാന്യവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ, പഞ്ചസാര, ശീതളപാനീയങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം എന്നിവ പരമാവധി കുറയ്ക്കുക. നാരങ്ങ അടങ്ങിയ ആഹാരം കരളിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അവക്കാഡോ കരളിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. വെളുത്തുള്ളി കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടി കരളിലടിയുന്ന കൊഴുപ്പിനെ കുറച്ചു നിർത്താൻ സഹായിക്കുന്നു. വ്യായാമം ഔഷധ തുല്യമാണ്. ദിവസേനയുള്ള ചിട്ടയായ വ്യായാമം ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തി കരളിനെ സംരക്ഷിക്കുന്നു. മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം മദ്യപാനം നിർത്തുക എന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവറും കരളിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളും പ്രതിരോധിക്കാനും നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കും.